എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമ്പത്തിക വർഷാവസാനത്തിന്റെ തിരക്കുകൾ കാരണം വീഡിയോ വരാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. ഈ വീഡിയോയിൽ തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ നിലവിലുള്ള മികച്ച 10 മോണോപോളി സ്റ്റോക്കുകളിൽ 5 എണ്ണമാണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ നീണ്ടുപോകുമെന്നതിനാൽ 2 ഭാഗങ്ങളായാണ് ഈ 10 സ്റ്റോക്കുകളെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. ഈ വീഡിയോയിൽ 5 സ്റ്റോക്കുകളും അടുത്ത വീഡിയോയിൽ ബാക്കി 5 എണ്ണവുമാണ് ഉണ്ടാവുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കാണിക്കുന്ന സ്റ്റോക്കുകൾ റെക്കമെൻഡേഷനുകളല്ല, മറിച്ച് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയോ സാമ്പിൾ പോർട്ട്ഫോളിയോ ആയോ മാത്രം കാണുക. ലിസ്റ്റിൽ ആദ്യത്തേത് IRCTC ആണ്. 2019 ഒക്ടോബറിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ്റേത് ശക്തമായ ഒരു മോണോപോളി ബിസിനസ്സാണ്. റെയിൽ നെറ്റ്വർക്കിൽ 100% വിപണി വിഹിതവും ഈ കമ്പനിക്കുണ്ട്. ഓൺലൈൻ റെയിൽവേ ടിക്കറ്റുകളുടെ ബുക്കിങ്ങിനായി ഇന്ത്യൻ റെയിൽവേ അധികാരപ്പെടുത്തിയ ഏക സ്ഥാപനമാണിത്. IRCTCയുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം സാധാരണക്കാർക്കിടയിൽ വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയാം. സാങ്കേതിക വിദ്യയിലൂടെ റെയിൽവേ റിസർവേഷനുകൾ കൂടുതൽ സൗകര്യപ്രദമാക്കാൻ ഇത് സഹായിച്ചു. വളരെ ചെറിയ തുടക്കവുമായി 2002 ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ പ്ലാറ്റ്ഫോമിന് ആദ്യ ദിവസം വെറും 27 ടിക്കറ്റ് ബുക്കിങ്ങുകൾ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ 2 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയിലും ഏഷ്യ പസഫിക് മേഖലയിലെയും ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി IRCTC നിലകൊള്ളുന്നു. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി കമ്പനി 2014 ഏപ്രിൽ 28 നെക്സ്റ്റ് ജനറേഷൻ ടിക്കറ്റിംഗ് സിസ്റ്റം അവതരിപ്പിച്ചു. ഇത് 1 മിനിറ്റിൽ ചെയ്യുന്ന ടിക്കറ്റ് ബുക്കിങ്ങുകളുടെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചു. ടിക്കറ്റിന് 15 മുതൽ 30 രൂപ കൺവീനിയൻസ് ഫീസ് കമ്പനി ഈടാക്കുന്നു. ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലെ പ്രധാന സ്റ്റാറ്റിക് യൂണിറ്റുകളിലും കാറ്ററിംഗ് സേവനങ്ങൾ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള ഏക സ്ഥാപനം കൂടിയാണിത്. പാക്കേജ്ഡ് കുടിവെള്ളത്തിലും കമ്പനിക്ക് കുത്തകയുണ്ട്. റെയിൽ നീർ ബ്രാൻഡിന് കീഴിൽ കുറഞ്ഞ നിരക്കിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പാക്കേജ്ഡ് കുടിവെള്ളം നിർമ്മിച്ച് വിതരണം ചെയ്യാൻ റെയിൽവേ മന്ത്രാലയം അധികാരപ്പെടുത്തിയ ഏക സ്ഥാപനമാണിത്. കൂടാതെ ഓൺലൈൻ ഹോട്ടൽ ബുക്കിംഗുകൾ, എയർ ടിക്കറ്റിംഗ് തുടങ്ങിയ മറ്റു ഡിജിറ്റൽ സേവനങ്ങളിലും IRCTC ബിസിനസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഭാവിയിൽ കമ്പനി അതിൻ്റെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ പദ്ധതിയിടുന്നു. ഈ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞകാല പ്രകടനം നോക്കാം. 2019 ഒക്ടോബറിൽ ലിസ്റ്റ് ചെയ്തത് മുതൽ ഈ സ്റ്റോക്ക് ഏകദേശം 370% ലാഭമാണ് നിക്ഷേപകർക്ക് കൊടുത്തത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ 28%-നടുത്ത് നെഗറ്റീവ് റിട്ടേൺ കൊടുത്തുവെങ്കിലും വരും കാലങ്ങളിൽ ഇന്ത്യയുടെ ദിനം പ്രതി വളരുന്ന ജനസംഖ്യയും അതിനോടൊപ്പം കുതിച്ചുയരുന്ന യാത്രാവേളകളും ഈ കമ്പനിക്ക് ഗുണം ചെയ്യുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. നിലവിൽ 738 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 1139 രൂപയിൽ നിന്നും ഏകദേശം 36%-നടുത്ത് താഴെയാണ് ഇപ്പോൾ. രണ്ടാമത്തെ സ്റ്റോക്ക് HAL ആണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ കുറിച്ച് ഒരു മുഴുനീള വീഡിയോ തന്നെ മുൻപ് ചെയ്തതിനാൽ അധികം വിശദീകരിക്കുന്നില്ല. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഒരു ഇന്ത്യൻ പൊതുമേഖലാ വ്യോമ പ്രതിരോധ കമ്പനിയാണ്. ഇന്ത്യൻ സായുധ സേനയ്ക്കായി യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നിർമ്മിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക കമ്പനിയാണിത്. പ്രതിരോധ വിമാന നിർമ്മാണത്തിൽ ഏകദേശം 90% വിപണി വിഹിതവും കമ്പനിക്കാണ്. സൈനിക സിവിൽ വിപണികൾക്കായി വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഏവിയോണിക്സ്, ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവ കമ്പനി വികസിപ്പിക്കുകയും രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ സായുധ സേനയിലെ പഴകിയ ചേതക് ചീറ്റ ഹെലികോപ്റ്ററുകൾ മാറ്റിസ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുള്ള ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററും കമ്പനി നിർമ്മിക്കുന്നു. കൂടാതെ നാവിഗേഷൻ, കമ്മ്യൂണിക്കേഷൻ, റഡാർ, ഇലക്ട്രോണിക്സ് യുദ്ധ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ നൂതന ഏവിയോണിക്സ് സംവിധാനങ്ങളും HAL വികസിപ്പിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. പ്രതിരോധ സേനയുടെ ഏകദേശം 80% കപ്പലുകളും HAL വിതരണം ചെയ്യുകയോ സേവനം നൽകുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ കമ്പനി 4100-ലധികം വിമാനങ്ങളും 5000-ലധികം എഞ്ചിനുകളും നിർമ്മിച്ചു. കൂടാതെ രാജ്യത്തുടനീളമുള്ള 20 ഉൽപാദന വിഭാഗങ്ങളിലും 11 ഗവേഷണ ഡിസൈൻ കേന്ദ്രങ്ങളിലുമായി 11,000 വിമാനങ്ങളും 33,000 എഞ്ചിനുകളും നവീകരിച്ചു. മുന്നോട്ടു പോകുമ്പോൾ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് MK-1A,
അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ എന്നിവയിൽ താൽപ്പര്യമുള്ള അർജന്റീന, നൈജീരിയ, ഈജിപ്ത്, ഫിലിപ്പൈൻസ് എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. വലിയൊരു തകർച്ചയ്ക്ക് ശേഷം ഈ സ്റ്റോക്ക് ഇപ്പോൾ തിരിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. 2018 ലിസ്റ്റ് ചെയ്ത HAL ഇതുവരെയായി ഏകദേശം 670% റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 5675 രൂപയ്ക്കടുത്തു നിന്നും ഏകദേശം 24% താഴെയായി 4320 രൂപയ്ക്കടുത്താണ് വ്യാപാരം ചെയ്യുന്നത്. അടുത്തുണ്ടായ വിപണി തകർച്ചകളിൽ ഈ സ്റ്റോക്ക് 3000 രൂപയ്ക്കടുത്ത് വരെ വന്നിരുന്നു. ലിസ്റ്റിൽ മൂന്നാമതായി ഡ്രീം ഫോക്സ് സർവീസസ് ആണ്. ഇന്ത്യയിലെ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വിപണിയിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് ഡ്രീം ഫോക്സ് സർവീസസ്. കാർഡ് അധിഷ്ഠിത ലോഞ്ച് ആക്സസ് വിഭാഗത്തിൽ കമ്പനിക്ക് 90% വിപണി വിഹിതവും മൊത്തത്തിലുള്ള ലോഞ്ച് ആക്സസ് വിപണിയിൽ 68% വിഹിതവുമുണ്ട്. പ്രമുഖ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് വിതരണക്കാർ, എയർലൈനുകൾ, യാത്രാ സേവനദാതാക്കൾ എന്നിവരുമായുള്ള എക്സ്ക്ലൂസീവ് പാർട്ട്ണർഷിപ്പുകളിലൂടെ ഡ്രീം ഫോക്സ് ശക്തമായ സാന്നിധ്യം സ്ഥാപിക്കുകയും വിശാലമായ ഉപഭോക്തൃ അടിത്തറ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ ഡ്രീം ഫോക്സ് ശക്തമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. 11%-നും 13%-നും ഇടയിൽ മൊത്ത ലാഭവും 7%-നും 9%-നും ഇടയിലുള്ള എബിറ്റ മാർജിനും ഉൾപ്പെടെ 20% വരുമാന വളർച്ച കമ്പനി ലക്ഷ്യമിടുന്നു. ഭാവിയിൽ കമ്പനി അതിൻ്റെ വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്ത 3 മുതൽ 4 വർഷത്തിനുള്ളിൽ ലോഞ്ചിതര സേവനങ്ങൾ അതിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 20% സംഭാവന ചെയ്യുമെന്ന് ഡ്രീം ഫോക്സ് കണക്കുകൂട്ടുന്നു. 2022 സെപ്റ്റംബറിൽ ലിസ്റ്റ് ചെയ്ത ഈ കമ്പനി ഇപ്പോൾ നിക്ഷേപകർക്ക് നഷ്ടം വരുത്തി വെച്ചിട്ടുണ്ടെങ്കിലും ഭാവിയിൽ വളർച്ചയുണ്ടാവുമെന്നാണ് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കഴിഞ്ഞ ഒരു വർഷം മോശം പ്രകടനം കാഴ്ചവെച്ച ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 561 രൂപയിൽ നിന്നും ഏകദേശം 58%-നടുത്ത് താഴ്ന്ന് 237 രൂപയ്ക്കടുത്താണ് ഇപ്പോഴുള്ളത്. സ്മോൾ ക്യാപ് കാറ്റഗറിയിൽപ്പെടുന്ന കമ്പനി ആയതിനാൽ തന്നെ ഈ സ്റ്റോക്കിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നാലാമതായി പ്രാജ് ഇൻഡസ്ട്രീസ് ആണ്. പ്രാജ് ഇൻഡസ്ട്രീസ് എത്തനോൾ, ബ്രേവറി ഇൻഡസ്ട്രികൾക്കുള്ള പ്രോസസ് ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ടേൺകീ സൊല്യൂഷനുകൾ എന്നിവയിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. 2G എത്തനോൾ ടെക്നോളജിയിൽ ഇന്ത്യയിലെ വിപണി വിഹിതത്തിൻ്റെ 60%-ലധികവും കൂടാതെ ആഫ്രിക്കയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും പ്രൊജക്റ്റുകൾ സ്ഥാപിക്കുന്നതിൽ പരിചയവും പ്രാജിനുണ്ട്. ആഗോള എത്തനോൾ ഉൽപ്പാദനത്തിൻ്റെ 10% ഇത് സംഭാവന ചെയ്യുന്നു. 30-ലധികം രാജ്യങ്ങളിൽ ഇതിന് പ്രവർത്തനങ്ങളുണ്ട്. പ്രോസസ് എഞ്ചിനീയറിംഗ്, പ്രൊജക്ട് മാനേജ്മെന്റ്, ടെക്നോളജി ലൈസൻസിംഗ്, ഉപകരണ വിതരണം, നിർമ്മാണം, കമ്മീഷൻ ചെയ്യൽ, പരിശീലനം, വിൽപ്പനാനന്തര സേവനങ്ങൾ എന്നിവ അതിൻ്റെ ബിസിനസ്സിൽ ഉൾപ്പെടുന്നു. ബയോ എനർജി, സുസ്ഥിര വ്യോമയാന ഇന്ധനം, ബയോ പോളിമറുകൾ, വിശാലമായ ഊർജ പരിവർത്തനം തുടങ്ങിയ പ്രധാന വളർച്ചാ മേഖലകളിൽ ശ്രദ്ധയൂന്നി 2030 ആകുമ്പോഴേക്കും വരുമാനം 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 100 ബില്യൺ രൂപയിലെത്തിക്കാനാണ് പ്രാജ് ഇൻഡസ്ട്രീസ് ലക്ഷ്യമിടുന്നത്. ഇനി ഈ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞകാല പ്രകടനം നോക്കാം. കഴിഞ്ഞ 5 വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ഓഹരി ഏകദേശം 820%-നടുത്ത് ലാഭമാണ് നിക്ഷേപകർക്ക് കൊടുത്തത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ സ്റ്റോക്ക് അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 875 രൂപയിൽ നിന്നും ഏകദേശം 40% ഇടിഞ്ഞ് 525 രൂപയ്ക്കടുത്താണ് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു വർഷത്തെ താഴ്ന്ന വില 462 രൂപയാണ്. അഞ്ചാമത്തെ സ്റ്റോക്ക് MCX ആണ്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് അഥവാ MCX ഇന്ത്യയിലെ പ്രമുഖ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് ആണ്. ഇത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം സാധ്യമാക്കുന്നു. രാജ്യത്തെ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് മേഖലയിൽ 92% വിപണി വിഹിതമുള്ള MCX ഈ മേഖലയിലെ പ്രബലമായ കമ്പനിയാണ്. വിലയേറിയ ലോഹങ്ങളിലും സ്റ്റോണുകളിലും 100% വിഹിതവും, എനർജിയിൽ 99.61% വിഹിതവും, അടിസ്ഥാന ലോഹങ്ങളിൽ 99.8% വിഹിതവും കമ്പനി കൈവശം വെച്ചിട്ടുണ്ട്. ഇവയുമായി താരതമ്യം ചെയ്യുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളിലെ 2.65% മാത്രമുള്ള അതിൻ്റെ സാന്നിധ്യം താരതമ്യേന ചെറുതാണ്.
കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ 7ാമത്തെ വലിയ എക്സ്ചേഞ്ചും കമ്മോഡിറ്റി ഓപ്ഷനുകളിൽ 6ാമത്തെ വലിയ എക്സ്ചേഞ്ചുമാണ് MCX. അതിൻ്റെ ഏറ്റവും അടുത്ത എതിരാളിയായ നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് ലിമിറ്റഡ് അഥവാ NCDEX കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൻ്റെ 3.9% മാത്രമേ നിയന്ത്രിക്കുന്നുള്ളൂ. ഇത് MCXന് വ്യക്തമായ മുൻതൂക്കം നൽകുന്നു. 2023 വ്യാപാരം ചെയ്ത കരാറുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി ലോകത്തിലെ 3ാമത്തെ വലിയ കമ്മോഡിറ്റി ഓപ്ഷൻ എക്സ്ചേഞ്ചായി MCX അംഗീകരിക്കപ്പെട്ടു. സീരിയൽ കോൺട്രാക്റ്റുകൾ, ഇൻഡെക്സ് ഓപ്ഷനുകൾ, 10 ഗ്രാം മന്ത്ലി ഗോൾഡ് ഫ്യൂച്ചേഴ്സ്, കോട്ടൺ സീഡ് വാഷ് ഓയിൽ, ക്രൂഡ് സൺഫ്ലവർ ഓയിൽ കോൺട്രാക്റ്റുകൾ തുടങ്ങി നിരവധി പുതിയ ഉൽപ്പന്നങ്ങൾ ആരംഭിച്ചുകൊണ്ട് വോള്യങ്ങൾ വർദ്ധിപ്പിക്കാൻ MCX പദ്ധതിയിടുന്നു. ഈ സ്റ്റോക്ക് കഴിഞ്ഞ 5 വർഷത്തിൽ 440%-നടുത്തും കഴിഞ്ഞ 1 വർഷത്തിൽ 50%-നടുത്തും റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. നിലവിൽ സ്റ്റോക്ക് അതിൻ്റെ 1 വർഷത്തെ ഉയർന്ന വിലയായ 7050 രൂപയ്ക്കടുത്ത് നിന്നും ഏകദേശം 24%-നടുത്ത് താഴെയായി 5335 രൂപയ്ക്കടുത്താണ് ഇപ്പോഴുള്ളത്. ഈ വീഡിയോയുടെ 2ാം ഭാഗമായ അടുത്ത എപ്പിസോഡിൽ മികച്ച അടുത്ത 5 മോണോപോളി സ്റ്റോക്കുകൾ ഉണ്ടാകും. വീഡിയോകളുടെ തുടർച്ചയ്ക്കായി താൽപ്പര്യപ്പെടുന്നവർ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. എല്ലാവർക്കും മികച്ച ഒരു സാമ്പത്തിക പുതുവത്സരം ആശംസിക്കുന്നു. താങ്ക് യു ആൻഡ് സീ യു അഗെയിൻ.